ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ അന്ന് ആണവ കരാറിൻ്റെ പേര് പറഞ്ഞിട്ടാണ്, അതിനു മുമ്പ് രാജീവ് ഗാന്ധിക്കെതിരെ ബോഫോഴ്സിൻ്റെ പേര് പറഞ്ഞിട്ടാണ്, അതിനു മുമ്പ് 77-ൽ നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ പേര് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് പറയാൻ ഓരോരോ കാരണങ്ങൾ ഓരോ കാലത്തുണ്ടാവും BJP-യോടൊപ്പം ചേരാൻ. അങ്ങനെ BJP-യോടൊപ്പം ചേരാൻ പുതിയ കാരണങ്ങൾ തേടി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കതിന് കഴിയാത്തവണ്ണം നിങ്ങളെ പരാജയപ്പെടുത്തുക, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ പരമാവധി MP-മാരെ വിജയിപ്പിക്കുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം. എന്ത് പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. 543 സീറ്റിൽ നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? നിങ്ങൾ മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും നിങ്ങളെ വിജയിപ്പിച്ചാൽ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ വോട്ട് കുത്തി നിങ്ങളെ ജയിപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കുക. 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 10% പോലും സീറ്റ് അപ്പോഴും നിങ്ങൾക്ക് ആവില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തരാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ എന്റെ പടം കാണാൻ വരുന്നത് എന്നെ കാണാനാണ്. കൊണ്ടൊന്നും പറ്റൂല സാറേ. നരേന്ദ്രമോദിയോട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകോ എന്നല്ല പറയുന്നത്, പിണറായി വിജയനോടാണ് ചോദിക്കുന്നത്. നിങ്ങളെ മാത്രം എന്തുകൊണ്ട് തൊടുന്നില്ല? നിങ്ങളെപ്പോലുള്ള മറ്റു മുഖ്യമന്ത്രിമാരൊക്കെ ഇന്ന് അവരുടെ വേട്ടയാടലിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാനടക്കം വേട്ടയാടലിന് വിധേയക്കൊണ്ടിരിക്കുക, എൻ്റെ അമ്മയെ അടക്കം അവർ ചോദ്യം ചെയ്തല്ലോ. നിങ്ങൾ മാത്രം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? നിങ്ങൾക്കെതിരെ മൊഴിയില്ലാത്തതുകൊണ്ടാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിങ്ങളുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരസ്യമായി പൊതുവേദിയിൽ സംസാരിച്ചല്ലോ. പക്ഷേ ആ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസികളൊന്നും ഒരടി മുന്നോട്ട് വയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളോട് എന്തോ സൗമനസ്യമുണ്ട്, ഇതാണ് പ്രശ്നം. ആ സൗമനസ്യം വെടിയുന്ന സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. ആ സൗമനസ്യം തുടരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തൊക്കെയോ ഉപകാരങ്ങളുണ്ട്. ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കുറയ്ക്കാൻ നിങ്ങളെ വളർത്തുകയാണ് നല്ലത് എന്ന് നരേന്ദ്രമോദി തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവാണ് നരേന്ദ്രമോദി നിങ്ങളിൽ ഒരു യൂട്ടിലിറ്റി കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ പരാജയം എന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. 53 സീറ്റിൽ മത്സരിക്കുന്ന CPM അപ്രസക്തമാണ്. ഇത് തമിഴ്നാട്ടിൽ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് DMK കുറിച്ച് പറയാമോ? DMK-യേക്കാൾ NCP-യേക്കാൾ അതുപോലെ ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയേക്കാൾ നിങ്ങളുടെ ഘടകകക്ഷികൾ പലതിൻ്റെയും അംഗങ്ങൾ എത്രയുണ്ടോ അവരെക്കാൾ എല്ലാം കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. CPI കൂടെ കൂടിയാൽ 75ഓളം സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിലയിടിച്ച് കാണരുത്. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തുന്ന പുസ്തകം, ആ പുസ്തകത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബലറാമൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന നേരം കിട്ടുമെങ്കിലൊന്ന് വായിച്ചോണം. അതുകൊണ്ട് ഞങ്ങളുടെ 53 സീറ്റിൻ്റെ ചെറുപ്പം പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഏത് ഘടകകക്ഷിയാണ്, ഞാൻ പറയുന്നു ഇന്ത്യ മുന്നണിയിലെ ഏത് ഘടകകക്ഷിയാണ് CPM-നേക്കാൾ കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത്? ബലറാമനോട് ഇന്നത്തെ രാത്രിയിൽ ചോദിക്കുന്ന മില്യൺ ചോദ്യം ഇതാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പിണറായി വിജയനോടാണ് ചോദിക്കുന്നത് എന്താണ് മോദി അറസ്റ്റ് ചെയ്യാത്തത്? നല്ല ചോദ്യം. അതിൻ്റെ പിന്നാലെ നടക്കുന്ന കോൺഗ്രസ്സുകാർ മോദിയുടെ പിന്നാലെ പ്രതീക്ഷയോടെ നടക്കുകയാണ്. ഈ മോദി പിണറായി വിജയനെ അകത്താക്കി തരും. ഇതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം? മുഖ്യമന്ത്രിയുടെ ആഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് NIA കണ്ടെത്തിയത്. നടക്കാത്ത കാര്യം നടന്നു വന്ന പ്രധാനമന്ത്രി വിടുവായത്തരം പറയുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരെ നുണ പറയുമ്പോൾ അതിന് മണിയടിച്ച് കൊടുക്കരുത് കോൺഗ്രസ്. അങ്ങനെ ഒരിക്കൽ നിങ്ങൾ വെള്ളത്തിൽ ചാടിയില്ലേ, ചൂടുവെള്ളത്തിൽ ചാടിയില്ലേ? നിങ്ങൾ കെജ്രിവാളിനെ എന്താ ജയിലിലടക്കാത്തെന്ന് ഈ രാഹുൽ ഗാന്ധി രാംലീല മൈതാനത്ത് ചോദിച്ചില്ലേ? അതേ രാംലീല മൈതാനത്ത് വന്ന് എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ ഒരു തെളിവുമില്ലാതെ ജയിലിലടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് മോദി വീണ്ടും ചോദിപ്പിച്ചില്ലേ? അങ്ങനെ രാഹുൽ ഗാന്ധിയെ 2 കൊല്ലത്തിനിടയ്ക്ക് സ്ഥിരതയില്ലാത്ത നേതാവാണെന്ന് പറയിക്കാനിടയാക്കിയ സംഭവത്തിന് കാരണം എന്താ? നരേന്ദ്രമോദി ഒരു ഉത്തരവാദിത്വമില്ലാതെ പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് ജയിലിലേക്ക് വെക്കും. ആ ജയിലിലേക്ക് വയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങി വരും. അതൊന്നും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയും എന്തുകൊണ്ട് പിടിച്ചകത്തിടുന്നില്ല? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തൻ്റെ ഇടക്കുറവുണ്ടോ? ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ കേസ് കൊടുക്കാൻ തൻ്റെ ഇടം കാണിച്ചൊരു ഗവൺമെൻറ്റില്ലേ കേരള ഗവൺമെൻറ്? ഗവർണർക്കെതിരെ കേസ് കൊടുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഗവൺമെൻറ്റില്ലേ കേരള ഗവൺമെൻറ്? ഭരണഘടനാനുസരണമായി ധനകാര്യ ഫെഡറലിസത്തിന് വേണ്ടി സൂട്ട് കൊടുക്കാൻ തൻ്റെ ഇടം കാണിച്ചൊരു ഗവൺമെൻറ്റല്ലേ കേരള സർക്കാർ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസ് കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാരല്ലേ? കർഷക ദ്രോഹ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കേരള സർക്കാരല്ലേ? ഏതു കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച? 10 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ മോദിയെ പിന്തുണച്ച ഒരു കാര്യം പറയാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. പോയേ കയ്യിൽ നിന്ന് പോയേ